blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ അതിൻ്റെ സാമ്പത്തിക സഹകാരിയായി പ്രവർത്തിച്ച വ്യക്തിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഈ സമയത്ത് നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ സമയത്ത് വെള്ളനാട് നിന്നുള്ള റെജിക്കും നിഷ റെജിക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നലെ അവരുടെ 12th വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവ് അവരുടെ ദാമ്പത്യ ജീവിതത്തെ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും കർത്താവ് ഈ കുടുംബത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾ ഷിജിനും നിതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തെ കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കണമേ. നല്ല ഭാവിയിലേക്ക് ഈ കുഞ്ഞുങ്ങളെ അങ്ങ് നടത്തണമേ എന്ന് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബിലേറ്റഡ് ഹാപ്പി ആനിവേഴ്സറി. ഗോഡ് ബ്ലെസ് യു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാംഗ്ലൂർ ഏപ്രിൽ 22 വെള്ളി. സമയം വൈകിട്ട് 5:30 മുതൽ 8:30 വരെ. ഡോൺ ബോസ്കോ ഹാൾ, ജ്യോതി സർക്കിളിന് സമീപം, ഹമ്പൻകട്ട, മംഗലാപുരം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴിക്കോട് ഏപ്രിൽ 23 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നളന്ദ ഓഡിറ്റോറിയം, അരവിന്ദ് ഘോഷ് റോഡ്, കോഴിക്കോട്. Today's topic is the holiness of God. ഇന്നത്തെ വിഷയം ഇതാണ്, ദൈവത്തിന്റെ വിശുദ്ധി. People around us, they have so many distorted ideas about God. ചുറ്റുപാടുമുള്ള ജനങ്ങൾക്കെല്ലാം ദൈവത്തെക്കുറിച്ച് വളരെ വികലമായ കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. Satan tries to fill the minds of people with all the opposite qualities of God. സാത്താനാണെങ്കിൽ ദൈവികമല്ലാത്ത പല ഗുണവിശേഷങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. When we go through the Bible, നാം ബൈബിളിലേക്ക് സഞ്ചരിക്കുമ്പോൾ from Genesis to Revelation, we come across more than 527 times the word holy or the variants of this word. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങൾ നാം നോക്കുമ്പോൾ ഏതാണ്ട് 527ഓളം പ്രാവശ്യം വിശുദ്ധി എന്ന് പറയുന്ന വാക്ക് നമുക്ക് കാണാൻ സാധിക്കും. And most of the time it is in connection with the holiness of God. എന്ന് മാത്രമല്ല, മിക്കവാറുമുള്ള സമയങ്ങളിലെല്ലാം അത് ദൈവിക വിശുദ്ധിയെ കുറിച്ച് കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്ന കാര്യങ്ങളുമാണ്. 2 Timothy chapter 1 and verse number 12. 2 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനത്തിൽ Paul says, I know whom I have believed. 2 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനത്തിൽ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. എല്ലാവരും പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. Paul is saying, I know whom I have believed. പൗലോസ് പറയുകയാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. That means he knew his God in a personal way. അതിന്റെ അർത്ഥം അവൻ തന്റെ ദൈവത്തെ വ്യക്തിപരമായി തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. So many people in this world, they have only a generic idea about God. ദൈവത്തെക്കുറിച്ച് ഒത്തിരി ആളുകൾക്കും പൊതുവിലുള്ള അറിവ് മാത്രമേ They ഉള്ളൂ. have not tasted God personally. അവർ വ്യക്തിപരമായി ദൈവത്തെ They രുചിച്ചറിഞ്ഞിട്ടില്ല. never had an encounter with him individually. ഒരിക്കലും ദൈവവുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമുണ്ടായിട്ടില്ല. But Paul had an opportunity to have an encounter with the Lord and continue to live in his presence. എന്നാൽ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ വ്യക്തിപരമായി കണ്ടുമുട്ടുവാനും അവനെ വ്യക്തിപരമായി മനസ്സിലാക്കാനുമുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുക. Hallelujah. ഹല്ലേലൂയ. We hear about God. നാം ദൈവത്തെക്കുറിച്ച് We കേൾക്കുന്നു. read about God. നാം ദൈവത്തെ We വായിക്കുന്നു. speak about God. ദൈവത്തെക്കുറിച്ച് We സംസാരിക്കുന്നു. sing about God. ദൈവത്തെക്കുറിച്ച് പാടുന്നു. That is not knowing God. അതൊന്നും ദൈവത്തെ അറിയുന്നതല്ല. Knowing about God and knowing God are two things. ദൈവത്തെക്കുറിച്ച് അറിയുന്നതും ദൈവത്തെ അറിയുന്നതും രണ്ടും വ്യത്യാസമുള്ള കാര്യങ്ങളാണ്. Hallelujah. ഹല്ലേലൂയ. So shall we lift our hands and pray? അതുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിച്ചാലും. Pray this prayer. Father, I want to know you personally. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, പിതാവേ, അങ്ങയെ വ്യക്തിപരമായി അറിയുവാൻ
ഞാൻ ആഗ്രഹിക്കുന്നു. Maybe that encounter will happen today ഒരു പക്ഷേ ആ ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കപ്പെടുന്ന ഇന്നായിരിക്കാം. because you prayed that prayer. കാരണം നിങ്ങൾ ആ പ്രാർത്ഥന Put പ്രാർത്ഥിച്ചിരിക്കുകയാണ്. your hands down. കൈകൾ താഴെയിട്ടാലോ. Leviticus 11:44. ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വചനം. 1 Peter chapter 1 verse number 16. അതുപോലെ തന്നെ 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം. God declares, I am holy. ഇവിടെയെല്ലാം ദൈവം പ്രഖ്യാപിക്കുന്നത് ഞാൻ വിശുദ്ധനാകുന്നു എന്നുള്ള സത്യമാണ്. God is declaring himself as a holy being. ഓർക്കുക, ദൈവം തന്നെ തന്നെ പ്രഖ്യാപിക്കുന്നത് താൻ വിശുദ്ധനാണെന്നാണ്. Holiness is one of his attributes. വിശുദ്ധി എന്നുള്ളത് ദൈവിക സ്വഭാവ ഗുണവിശേഷങ്ങളിലെ ഒരു ഗുണവിശേഷമാണ്. Holiness is God's nature. വിശുദ്ധി എന്നുള്ളത് ദൈവിക സ്വഭാവമാണ്. God himself is holy. ദൈവം തന്നെ വിശുദ്ധനാണ്. The place where God dwells is holy. അത് മാത്രമല്ല ദൈവം ഇരിക്കുന്നിടവും വിശുദ്ധമാണ്. Wherever God comes, that is a holy ground. എവിടെയൊക്കെ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ടോ അവിടെയെല്ലാം വിശുദ്ധ സ്ഥലമായിട്ടാണ് അറിയപ്പെടുന്നത്. God appeared in the burning bush to Moses. ഓർക്കുക, മോശയ്ക്ക് കത്തുന്ന മുൾപ്പടർപ്പിന്റെ നടുവിൽ ദൈവം പ്രത്യക്ഷനായി. And God said, throw your chappals away because you are standing on a holy ground. എന്നിട്ട് ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ കാലിലെ ചെരുപ്പഴിച്ചു മാറ്റി, കാരണം നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. The Bible says his words are holy. ബൈബിൾ പറയുന്നു അവന്റെ വചനങ്ങൾ വിശുദ്ധമാണ്. The Bible says his spirit is holy. എന്ന് മാത്രമല്ല ബൈബിൾ പറയുന്നു അവന്റെ ആത്മാവും വിശുദ്ധമാണ്. Everything about him is holy. അവനെ പറ്റിയുള്ള സകല കാര്യങ്ങളും വിശുദ്ധമാണ്. His name is holy. അവന്റെ പേര് തന്നെ വിശുദ്ധൻ എന്നുള്ളതാണ്. Hallelujah. ഹല്ലേലൂയ. Romans chapter 1 and verse number 4. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനം. The Bible says Jesus was declared to be the Son of God through the Spirit of holiness. അവിടെ നാം കാണുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വിശുദ്ധിയാൽ യേശു ക്രിസ്തു താൻ ദൈവപുത്രൻ എന്ന് പ്രഖ്യാപിക്കപ്പെടുകയാണ്. How was Jesus declared as the Son of the living God? എങ്ങനെയാണ് യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് പ്രസ്താവിക്കപ്പെട്ടത്? It was through the Spirit of holiness. അത് വിശുദ്ധിയുടെ ആത്മാവ് നിമിത്തമാണ്. Hallelujah. ഹല്ലേലൂയ. One day Jesus asked the people around him, especially the Jewish people, ഒരു ദിവസം യേശു കർത്താവ് തന്റെ ചുറ്റും നിൽക്കുന്ന ജനങ്ങളോട്, പ്രത്യേകിച്ച് യഹൂദ ജനങ്ങളോട് who സംസാരിക്കുകയാണ്. can convince me or convict me of any sin? ആർക്ക് എന്റെ പാപത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം നൽകുവാൻ That സാധിക്കും? means he was holy and sinless and pure. അതിന്റെ അർത്ഥം അവൻ വിശുദ്ധനാണ്, പാപരഹിതനാണ്, അവൻ പരിപൂർണമായി നിർമ്മലനാണ്. This is my question to you. എന്റെ നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്, Which is the first recorded song written in the Bible? ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവയിൽ വെച്ചിട്ടുള്ള ആദ്യത്തെ ഗാനം, പാട്ട് ഏതാണ്? In which book can you find it? നിങ്ങൾക്ക് ഏത് പുസ്തകത്തിലാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ? The first song recorded in the Bible is found in Exodus chapter number 15. ആദ്യത്തെ പാട്ട് അഥവാ ഗാനം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് പുറപ്പാട് പുസ്തകമാണ്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിലാണ്. The first 18 verses, you have a long, beautiful song there. അവിടെ ആദ്യത്തെ 18 വചനങ്ങൾ വളരെ നീണ്ട മനോഹരമായ ഒരു ഗാനം നമുക്ക് വായിക്കാൻ സാധിക്കും. Whose song was it? അത് ആരുടെ പാട്ടായിരുന്നു? It is known as the song of Moses and Miriam. ഇത് മോശയുടെയും മിറിയാമിന്റെയും ഗാനമായിട്ടാണ് അറിയപ്പെടുന്നത്. God came down hearing the cry of the people of Israel in slavery. ജനം അടിമത്തത്തിൽ, ഇസ്രായേൽ ജനം അടിമത്തത്തിലായിരുന്നപ്പോൾ അവരുടെ കരച്ചിൽ കേട്ട് ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു. God himself came down personally. ദൈവം തന്നെ അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു. Hallelujah. ഹല്ലേലൂയ. And he sent out 10 terrible plagues in the land of Egypt. എന്ന് മാത്രമല്ല 10 തരത്തിലുള്ള ബാധകളെ ആ ഈജിപ്തിലെമ്പാടും താൻ അയച്ചു. Actually speaking, the 10 plagues sent out from God was judgment on all false gods in Egypt. സത്യത്തിൽ ആ 10 ബാധകൾ എന്നുള്ളത് ഈജിപ്തിൽ അക്കാലത്തുണ്ടായിരുന്ന അന്യ ദൈവങ്ങളുടെ മേലുള്ള ഒരു ന്യായവിധിയായിരുന്നു. സത്യത്തിൽ ദൈവം When the നടപ്പാക്കിയത്. 10th plague was over, ആ 10ാമത്തെ ബാധ നടപ്പാക്കി കഴിഞ്ഞപ്പോൾ through the Passover, around 2 million people
children of God came out of the house of slavery. അങ്ങനെ ആദ്യത്തെ പെസഹാക്ക് ശേഷം 20 ലക്ഷത്തോളം വരുന്ന ജനം ഈജിപ്തിൽ നിന്ന് ഇപ്പോൾ പലായനം ചെയ്യുകയാണ്. And God came down again. ദൈവം അപ്പോൾ അവിടെ വീണ്ടും ഇറങ്ങി വന്നു. Whenever he was needed, എവിടെയൊക്കെ തന്നെ ആവശ്യമുണ്ടോ he divided the Red Sea. അവൻ ചെങ്കടലിനെ രണ്ടാക്കി. They came out. അവർ അതിൽ നിന്ന് പുറത്തു വന്നു. Reached the wilderness. അവർ വീണ്ടും മരുഭൂമിയിലേക്ക് വന്നു. Moses and Miriam and the people of God were all singing together because of the deliverance they just had experienced. അപ്പോൾ ആ സമയത്ത് മോശയും തന്റെ സഹോദരിയായ മിര്യാമും കൂടെ ഉണ്ടായിരുന്ന സകല ജനങ്ങളും അന്നുവരെ അവർ അനുഭവിച്ച ദൈവിക വിടുതലുകൾക്കായി ഇപ്പോൾ അവർ പാട്ടുപാടുകയാണ്. The Spirit of God is giving me a message for you. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ഒരു സന്ദേശം നിങ്ങൾക്ക് നൽകുകയാണ്. Some of you think that you are still in bondage. ചില ആളുകൾ ചിന്തിക്കുന്നത് ഇപ്പോഴും നിങ്ങൾ ബന്ധനത്തിന് കീഴിലാണ്. Maybe in some financial bondage. ഒരുപക്ഷേ ഏതെങ്കിലും സാമ്പത്തിക പ്രശ്നമായിരിക്കാം. Maybe some bondages of sickness. ഒരുപക്ഷേ രോഗത്തിന്റെ ബന്ധനത്തിന് കീഴിലായിരിക്കാം. Any area if it is bound. ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ തളയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, as a man of God I declare and decree that the Holy Spirit, the mighty Spirit of God is going to show up and take you out of the land of slavery. ഓർക്കുക, ഒരു ദൈവ പുരുഷൻ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ സകല ബന്ധനങ്ങളെ നോക്കിയിട്ട് ഞാൻ ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്, ദൈവം തമ്പുരാൻ ഇന്ന് ആ പ്രശ്നത്തിൽ നിങ്ങളെ പുറത്തെടുത്ത് അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്തെടുക്കാനായി പോകുകയാണ്. From that song I'm going to read out one lyric. ഈ ഒരു ഗാനത്തിൽ നിന്ന് ഒരു ഭാഗം നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ ഞാൻ Exodus 15 verse number 11. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനം. They started to sing like this. Who among the gods is like you, Lord? Who is like you? Majestic in holiness, awesome in glory, working wonders. 11-ാമത്തെ വചനം, യഹോവേ ദേവന്മാരിൽ നിനക്ക് തുല്യനായി ആരുള്ളൂ? Jesus. വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യനായി ആരുള്ളൂ? The first recorded song in the Bible sings about the holiness of God. ഓർക്കുക, ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യ ഗാനത്തിന്റെ ആദ്യ വരികൾ ദൈവത്തിന്റെ വിശുദ്ധിയെ പ്രതിപാദിച്ചുകൊണ്ട് പാടുകയാണ്. What is the difference between true God and all false gods? എന്താണ് യഥാർത്ഥ ദൈവവും യഥാർത്ഥമല്ലാത്ത ദൈവവും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്? Number one difference is that our God is a holy God. ഒന്നാമത്തെ വ്യത്യാസം എന്നുള്ളത് നമ്മുടെ ദൈവം വിശുദ്ധനായ ദൈവമാണ്. Hallelujah. People of God, I have another question. ദൈവജനം, എനിക്ക് മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. Which is the last recorded song in the Bible? ബൈബിളിൽ ഏറ്റവും ഒടുവിലായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഗാനം ഇനി ഏതായിരിക്കും? ഏത് പുസ്തകത്തിലാണ്? In which book? ഏത് പുസ്തകത്തിലാണ്? Where? എവിടെയാണെന്ന് പറയാമോ? It is in the book of Revelation. അത് വെളിപ്പാട് പുസ്തകത്തിലാണ്. Which chapter? ഏത് അധ്യായം? Not 25, 15. അതേപോലൊരു അധ്യായം 15 തന്നെ. Hallelujah. Hallelujah. Exodus 15 and Revelations 15. പുറപ്പാട് 15, വെളിപ്പാട് 15. First song and last song. ആദ്യ ഗാനവും അവസാന ഗാനവും. Now this song is known as the song of God's servant Moses and of the Lamb. ഈ ഗാനം എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ ദാസനായ മോശയുടെയും കുഞ്ഞാടിന്റെയും പാട്ടായിട്ടാണ്. Hallelujah. Moses is coming again. ഇവിടെ മോശ വീണ്ടും വരികയാണ്. To write a song, to sing a song. വീണ്ടും ഒരു ഗാനം പാടുവാൻ വേണ്ടി. Hallelujah. Hallelujah. Now John the apostle was 90 plus. ഇപ്പോൾ യോഹന്നാൻ അപ്പോസ്തലന് 90 വയസ്സിലധികം പ്രായമായി. Still ministering. ഇപ്പോഴും ശുശ്രൂഷിക്കുകയാണ്. So he found himself in an island called Patmos. ഇപ്പോൾ അദ്ദേഹം പത്മോസ് എന്ന പേരുള്ള ഒരു ദ്വീപിനകത്ത് തനായി. And he received the greatest revelation ever given to a human being. ഒരു മനുഷ്യനെ ഈ ലോകത്തിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വെളിപ്പാടുകൾ ഈ സമയത്ത് അദ്ദേഹം പ്രാപിക്കുകയാണ്. And he saw in heaven all the beings singing a song.
ഇപ്പോൾ അദ്ദേഹം സ്വർഗത്തിലെ സകല ജീവികളും ചേർന്ന് പാടുന്ന ഒരു ഗാനം കേൾക്കുകയാണ്. Chapter 15, verse number 4. 15-ാം അധ്യായത്തിന്റെ 4-ാമത്തെ Now, വചനം. this was a small song, only 2 verses, 3 and 4, and we are going to read verse number 4. ഇത് ഒരു ചെറിയ ഗാനമാണ്. 3-4 വചനങ്ങൾ മാത്രമേ അതിലുള്ളൂ. അതിന്റെ 4-ാമത്തെ വചനം നാം വായിക്കാൻ പോകുകയാണ്. It reads, "Who will not fear you, Lord, and bring glory to your name? For you alone are glory. All nations will come and worship before you, for your righteous acts have been revealed." അവിടെ കർത്താവേ, ആര് നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ. നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. Did you notice something special here? ഇവിടെ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകത കണ്ടോ? The first song was about his holiness. ആദ്യത്തെ ഗാനം എന്നുള്ളത് ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ചായിരുന്നു. The last song also is about his holiness. ഓർക്കുക, ഈ അവസാനത്തെ ബൈബിളിൽ രേഖപ്പെടുത്തിയ ഗാനവും ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ച് തന്നെയാണ്. Hallelujah. Hallelujah. If you write a song, write about his holiness. നിങ്ങൾ ഏതെങ്കിലും ഒരു ഗാനം എഴുതാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവന്റെ വിശുദ്ധിയെ കുറിച്ച് എഴുതുക. യേശു കർത്താവ് തൻ്റെ ജീവിതത്തിൽ 2 വലിയ സാക്ഷ്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് 2010 ഈ ബ്രദറിൻ്റെ വലത് ചെവിക്ക് അതികഠിനമായ വേദന തുടങ്ങി. അതിനുശേഷം എന്ന് പറയുന്നത് അതുപോലെ വേദന, കുത്തിത്തുളച്ച് കയറുന്ന പോലെ വേദന ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ വേദന സഹിക്കാൻ വയ്യാതെ തനിക്ക് വല്ലാത്ത ദേഷ്യം വരുമായിരുന്നു. ജോലിക്കും പോകാൻ പറ്റുന്നില്ല. ഡോക്ടർമാരെ കാണിച്ചു, ചികിത്സിച്ചു, പക്ഷെ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഏകദേശം 2013 വരെയും ഈ വേദനയുമായി താൻ നടന്നു. പല ചികിത്സകളും നടത്തി, ഒരു കുറവ് പോലും ഉണ്ടായില്ല. പക്ഷേ 2013 നമ്മുടെ അന്തേരിയിൽ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടന്നിരുന്നു, കനോസ പ്ലാസയിൽ വെച്ച്. അവിടെ ഈ ബ്രദർ വന്നിരുന്നു. ആ സമയത്ത് ഡാമിൻ ബ്രദറും ക്ഷമാസുസും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ബ്രദർ ഇങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അത് ഇങ്ങനെയാണ് പറഞ്ഞത്: ഇന്ന് രാത്രിയിൽ ഇവിടെ ഈ ആരാധനയുടെ സമയത്ത് പല അത്ഭുതങ്ങളും യേശുവിൻ്റെ നാമത്തിൽ നടക്കും, പല അടയാളങ്ങളും നടക്കുമെന്ന് പരിശുദ്ധാത്മാവിൽ ഡാമിൻ ബ്രദർ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഈ ബ്രദറിന് ഒരു അല്പ വിശ്വാസക്കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവിടെ നിന്നെങ്കിൽ ഇതൊക്കെ കേട്ടു. പക്ഷെ അതിനുശേഷം മീറ്റിങ്ങിൻ്റെ അവസാനം ഡാമിൻ ബ്രദർ പ്രാർത്ഥിക്കുന്ന സമയത്ത് കയറി ഡാമിൻ ബ്രദറിൻ്റെ മുമ്പിൽ ചെന്നു. വിവരം പറഞ്ഞപ്പോൾ 2 ചെവിട്ടിലും കൈവച്ചു പ്രാർത്ഥിച്ചു. സംഭവിച്ച കാര്യമെന്ന് പറഞ്ഞാൽ അന്ന് രാത്രിയിൽ താൻ ഉറങ്ങുന്ന സമയത്ത് എന്താണോ ഡാമിൻ ബ്രദർ അന്ന് കനോസയിൽ വെച്ച് അന്തേരിയിൽ ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വിളിച്ചു പറഞ്ഞത്, പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറഞ്ഞ വാക്കുകൾ താൻ 2 പ്രാവശ്യം കേൾക്കുവാൻ സ്വപ്നത്തിൽ ഇടവന്നു. ആ സമയത്ത് തൻ്റെ ശരീരം വല്ലാതെ വിറയ്ക്കുവാൻ തുടങ്ങി. അതിനുശേഷം അത്രയും വർഷം, ഏകദേശം 3 വർഷത്തിന് മുകളിലായിരുന്ന ചെവി വേദന പിന്നെ വന്നിട്ടേയില്ല. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാം. മരുന്ന് കഴിക്കേണ്ട ഒരിടയും വന്നിട്ടില്ല. പരിപൂർണമായി യേശു കർത്താവ് സൗഖ്യമാക്കി. എന്തിന്റെ ചെവി വേദനയായിരുന്നു? അറിയില്ല. അതായത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വന്നു, വലിയ ഹോസ്പിറ്റലിലൊക്കെ പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് മരുന്നൊക്കെ തന്നു, ക്ലിയറായി. അപ്പോൾ വീണ്ടും ചെവി വേദന. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു ഇതുപോലെ ചെവി വേദന. അപ്പോൾ പറഞ്ഞു എന്നാൽ നമുക്കെന്നാൽ നാളെ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ബ്ലെസ്സിങ് ഡേ നാളെ ഉണ്ട്, അവിടെ പോയി കണ്ടിട്ടു. അപ്പോൾ ബ്രദർ കൈ പിടിച്ച് ചെവി വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ വീട്ടിൽ പോയി രാത്രി കിടന്ന് ഉറങ്ങിയ സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് ബ്രദർ പറയുന്ന ഇത് കേട്ടു. ഒരു പ്രാവശ്യം കേട്ടു, രണ്ടാമത് കേട്ടു, പിന്നെ അങ്ങോട്ടൊന്ന് മയങ്ങി. ഒരു 3 മണിയൊക്കെ ഞാൻ പെട്ടെന്ന് മേളൊരു താഴ്വ അങ്ങോട്ട് കടന്ന് വിറച്ച്. അപ്പം ഞാൻ വിചാരിച്ചു എന്താ പറ്റും, എന്തോ സംഭവിച്ചെന്ന് വിചാരിച്ച് പടച്ച് പേടിച്ച് എഴുന്നേറ്റ്. അങ്ങനെ ഞാൻ തൊട്ട് അടുത്ത നമ്മുടെ ബാത്റൂമിൽ പോകാൻ പോലും പേടി. നോക്കിയപ്പോൾ മിസ്സിതൊക്കെ കിടന്ന് ഉറക്കം, മോനും ഉറക്കം. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, ആകെ ഒരു പേടിച്ച്. ഞാൻ വിചാരിച്ചു 3 മണിയായി, ഇനി നാളെ ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് വെച്ച് കറക്റ്റ് 7 മണിയായപ്പോൾ എഴുന്നേറ്റു. നേരം വെളുക്കുമ്പോൾ ഇതില്ല, വേദനയില്ല. അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞാൽ 2014 ജൂൺ മാസത്തിലാണ്. ജൂൺ മാസം 20-ാം തീയതി ഇദ്ദേഹം ആക്റ്റീവ വണ്ടിയിൽ പോവുകയായിരുന്നു. ആ സമയത്ത് പുറകിൽ നിന്നൊരു ട്രക്ക് വന്ന് ഇടിച്ചു. ഇദ്ദേഹം അതിൻ്റെ 2 മുൻവശത്തെയും പുറകുവശത്തെയും വീലിനിടയിലേക്ക് വീണു. അപ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, വീലിനിടയിലേക്ക് വീണു. പെട്ടെന്ന് താനിങ്ങനെ നോക്കിയപ്പോൾ പുറകിലെ ട്രക്കിൻ്റെ വീല് വന്ന് തൻ്റെ തലയിൽ കയറാൻ പോവുകയാണ് കണ്ടത്. പക്ഷെ ആ സമയത്ത് ഹെൽമെറ്റ് പൊട്ടിച്ചിതറി. പക്ഷെ അതിനിടയിൽ ഒരു കാര്യം സംഭവിച്ചു. തൻ്റെ ഈ വലത്തെ കാത് ഇങ്ങനെ ഇവിടുന്ന് പറഞ്ഞിങ്ങനെ തൂങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
മരിച്ചു പോകേണ്ട ആളാണ്, പക്ഷേ ദൈവം സ്പർശിച്ചത് കൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മുടെ മധ്യം നിൽക്കുന്നത്. അങ്ങനെ പറഞ്ഞ് തൂങ്ങിയിട്ട് ഇദ്ദേഹത്തെ ആളുകളെല്ലാം എടുത്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ, ജൂനിയർ ഡോക്ടറായിരുന്നു. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്, കാരണം ഈ ഭാഗത്തെ എല്ല് പൊട്ടി, ഈ നട്ടെല്ലിൻ്റെ മധ്യഭാഗത്തെ 2 എല്ല് പൊട്ടി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സീനിയർ ഡോക്ടർ വരട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ചെമ്പൂരിൽ നിന്നും നമ്മുടെ കൊച്ചിയിലെ പ്രെയർ കോൾ സെൻ്ററിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. അതേസമയം തന്നെ തൻ്റെ മകൾ ബാംഗ്ലൂരിൽ നിന്നും നമ്മുടെ കൊച്ചിയിലെ പ്രെയർ കോൾ സെൻ്ററിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. രണ്ടുപേരും പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഫോൺ എടുത്ത് പ്രാർത്ഥിച്ച വ്യക്തി പറഞ്ഞത് ഇത് ഓപ്പറേഷൻ കൂടാതെ യേശു കർത്താവ് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അതിനിടയിൽ സീനിയർ ഡോക്ടർ വന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇത് ഓപ്പറേഷൻ മസ്റ്റായിട്ടും വേണം, അല്ലാതെ വേറെ വഴിയില്ല, എങ്കിലും ഞങ്ങൾ 2 ദിവസം ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനിടയിൽ ദൈവം ചെയ്ത അത്ഭുതമെന്ന് പറയുന്നത് സീനിയർ ഡോക്ടർ തന്നെ പറഞ്ഞു ഈ ഓപ്പറേഷൻ വേണ്ട, 3 സ്ഥലത്ത് ബെൽറ്റ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ ഷമാസിൻ്റെ അരികിൽ നിൽക്കേണ്ട ആളല്ല. കാരണം അതുപോലെ ഇവിടുത്തെ ഷോൾഡർ എല്ല് പൊട്ടി, ഇവിടുത്തെ ക്രാക്കായി, നട്ടെല്ല് പൊട്ടി, പുറവസ്ഥ എല്ല് പൊട്ടി, അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെ ആരോഗ്യത്തോടുകൂടി വന്നു നിൽക്കാൻ സാധിക്കത്തില്ല. പക്ഷേ നമ്മുടെ യേശു കർത്താവ് അദ്ദേഹത്തെ സൗഖ്യമാക്കി. ഇന്ന് തനിക്ക് വലത്തെ കൈ ഉയർത്തുവാൻ സാധിക്കും, നടക്കുവാനൊരു ബുദ്ധിമുട്ടില്ല, പൂർണ്ണമായും താൻ ആരോഗ്യവാനാണ്. ഇന്നും കർത്താവിൻ്റെ കൃപയാൽ തനിക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നു, തൻ്റെ കുടുംബത്തെ നോക്കുന്നു. നമ്മുടെ യേശു കർത്താവ് വലിയവനാണ്. ഓപ്പറേഷൻ ഒന്നും ആവശ്യം വേണ്ടി വന്നില്ല. അല്ല, ഡോക്ടർ ആദ്യം പറഞ്ഞില്ല, ഡെയിലി നോക്കുന്ന ഡോക്ടർ പറഞ്ഞ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ്. സീനിയർ ഡോക്ടർ വന്നുകൊണ്ടില്ല, എല്ല് ഇവിടെ പൊങ്ങിയിരിക്കുകയാണ്, ഒരു രക്ഷയില്ല, ഇവിടെ ചെയ്യേണ്ടി വരും, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, പുറകിൽ എല്ല് പൊട്ടി, പിന്നെ സ്കാൻ, കൈയൊക്കെ ഇങ്ങനെ വളഞ്ഞ് നേരെ ആകുന്നില്ലായിരുന്നു. സ്കാൻ ചെയ്തപ്പോൾ ഇവിടുത്തെ 4 എല്ല് പൊട്ടി, എല്ലാം കൊണ്ടും ഓപ്പറേഷൻ ചെയ്തേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഇങ്ങനെ മെസ്സേജ് വിളിച്ച് അവിടെ വിളിച്ച് പറഞ്ഞു ബ്ലെസ്സിങ് ടുഡേയിൽ. അപ്പോൾ പറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞ ഇതാണ് ഓപ്പറേഷൻ വേണ്ടി വരില്ല. എൻ്റെ മോളും അത് തന്നെ വിളിച്ച് പറഞ്ഞു ഓപ്പറേഷൻ വേണ്ടി വരില്ല എന്നാണ് അപ്പോഴും പറഞ്ഞത്. അങ്ങനെ ഇന്നൊരു 3 ആഴ്ചപ്പോൾ ഡോക്ടർ വന്നവർക്ക് അത് ഇങ്ങനെയുള്ള ബെൽറ്റ്, പിന്നെ ഇങ്ങനെയുള്ളൊരു ബെൽറ്റ്, പിന്നെ കൈയുടെ അവിടെ ബെൽറ്റ്, ഇതൊക്കെ ഇട്ട് വെക്കണത്, അതൊരു 3 മാസത്തോളം ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസമൊക്കെ ഇട്ട് പിന്നെ കുഴപ്പമില്ല. ഇപ്പം ഞാൻ വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട്, ബൈക്ക് ഓടിച്ചാൽ ഇവിടെ വന്നതിന് ഇപ്പം. ഓ പ്രൈസ് ഗോഡ്. നമുക്കിതിൻ്റെ സീരിയസ്നെസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ? റിപ്സ് ഒടിയുക, വാരിയല്ലൊടിയുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ സീരിയസ്നെസ്, അതുപോലെ നട്ടെല്ലിന് തകരാറ് സംഭവിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ സീരിയസ്നെസ് എത്ര സീരിയസ് മാറ്ററാണത്. പക്ഷേ ഞാൻ വണ്ടിയുടെ അടി വീണപ്പോഴില്ലേ, വീണപ്പോൾ ഞാൻ ചെവിയൊക്കെ മുറിഞ്ഞിരിക്കുന്ന ഹെൽമെറ്റും ഉണ്ട്, ഹെൽമെറ്റ് ടയർ അടുത്തൂടി ഇങ്ങനെ പോയി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹെൽമെറ്റ് എൻ്റെ കഷ്ണം ഉണ്ടല്ലോ ഇവിടെ വന്ന് ഞെങ്ങി ടയർ അടുത്തൂടി പോയി ഇത് മുറിഞ്ഞ് താഴെ കിടന്ന്. എനിക്കറിയാൻ പറ്റില്ല, ഇവിടെ ഒക്കെ ചോരയായിരുന്നു നിറച്ച്. ഹെൽമെറ്റ് മുറിഞ്ഞു പോയിട്ടും പൊട്ടിപ്പോയിട്ടും തലയ്ക്കൊരു കേടുപാടുമില്ലാതെ കർത്താവ് ഹെൽമെറ്റിന്റെ റിങ് മാത്രമേ. കാരണം എന്താന്ന് വെച്ചാൽ കർത്താവിൻ്റെ കൈക്കുള്ളിലാണ്, ഓർക്കുക, നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്യുമ്പോൾ പോലും നമ്മൾ കർത്താവിൻ്റെ കൈക്കുള്ളിലാണ് ഇരിക്കുന്നത്. ബൈബിൾ പറയുന്നത് എൻ്റെ കൈക്കുള്ളിൽ നിന്ന് ആർക്കും ആരെയും പിടിച്ചു പറിക്കാൻ സാധ്യമല്ല എന്നാണ് ബൈബിൾ പറയുന്നത്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാംഗ്ലൂർ ഏപ്രിൽ 22 വെള്ളി. സമയം വൈകിട്ട് 5:30 മുതൽ 8:30 വരെ. ഡോൺ ബോസ്കോ ഹാൾ, ജ്യോതി സർക്കിളിന് സമീപം, ഹമ്പൻകട്ട, മംഗലാപുരം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴിക്കോട് ഏപ്രിൽ 23 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നളന്ദ ഓഡിറ്റോറിയം, അരവിന്ദ് ഘോഷ് റോഡ്, കോഴിക്കോട്. നമുക്ക് ഈ സമയത്ത് വളരെ വിശ്വാസത്തോടെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയുടെ സമയത്ത് ലോകം എമ്പാടും ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ യേശു കർത്താവ് വ്യക്തിപരമായി സ്പർശിക്കുന്ന, സൗഖ്യമാക്കുന്ന സമയമാണ്. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ നിമിഷങ്ങൾ തന്നെ രോഗങ്ങൾ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ക്യാൻസർ രോഗം ബാധിച്ച പലരെയും കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ രോഗങ്ങളെല്ലാം വിട്ട് മാറാൻ തുടങ്ങട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരുപക്ഷെ ക്യാൻസർ വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജിലായിരിക്കാം, പക്ഷേ യേശു കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കടന്ന വിശ്വാസത്താൽ ഇപ്പോൾ ആ സൗഖ്യത്തെ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ശരീരത്തിൽ മിക്കവാറും എല്ലായിടങ്ങളിലും നീര് വന്ന് വീർക്കുന്ന ഒരു വ്യക്തി കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം നടക്കട്ടെ.
ലുക്കീമിയ ബാധിച്ച ഒരു വ്യക്തിയെ, ബ്ലഡ് ക്യാൻസർ ബാധിച്ചൊരു വ്യക്തിയെ യേശു കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. അതുപോലെ തലച്ചോറിനെ ബാധിച്ചിരിക്കുന്ന ചില രോഗങ്ങൾ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. പ്രത്യേകിച്ച് തലച്ചോറ് ചുരുങ്ങുന്ന രോഗം, മറ്റൊന്ന് തലച്ചോറിലുള്ള ട്യൂമറുകൾ, ബ്രെയിൻ ട്യൂമർ തുടങ്ങിയ രോഗങ്ങൾ, അതല്ലെങ്കിൽ തലച്ചോറിൽ രക്തസ്രവമുണ്ടായി, ബ്ലീഡിംഗ് ഉണ്ടായി, ഹെമറേജ് ഉണ്ടായ സിറ്റുവേഷൻസ്, യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള രോഗങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. നട്ടെല്ലിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നു. അലർജികൾ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മക്കളില്ലാത്തവർക്ക് വേണ്ടി ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് മക്കൾ ഉണ്ടാകട്ടെ. സമാധാനമില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ സമാധാനം അവരുടെ മേൽ കർത്താവിനെ ചൊരിയുന്നതിനാൽ നന്ദി പറയുന്നു. ഹൃദയത്തെ യേശുവിന് സമർപ്പിച്ചുകൊണ്ട് ഈ സമയത്ത് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഇനിയുള്ള ജീവിതം യേശുവിന് വേണ്ടി ജീവിക്കും. പാപത്തിൻ്റെ വഴികളിൽ നിന്നും മാറി ഒരു പുതിയ ജീവിതം ഞാൻ ജീവിക്കാൻ പോവുകയാണെന്നുള്ള തീരുമാനത്തോടെ ഇങ്ങനെ പ്രാർത്ഥിക്കാം. യേശുവേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ. യേശു എൻ്റെ കർത്താവാണ്, എൻ്റെ നാഥനാണ്, എൻ്റെ രക്ഷകനാണ് എന്ന് ഞാൻ ഏറ്റുപറയുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഈ സമയത്ത് നിങ്ങളുടെ രോഗങ്ങൾ എന്താണെങ്കിലും പ്രയാസങ്ങൾ എന്താണെങ്കിലും ഈ TV സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവേ, പ്രശ്നങ്ങൾ എന്താണെങ്കിലും യേശുവെ അങ്ങാണ് ഉത്തരം, അങ്ങിൽ നിന്നാണ് മറുപടി വരേണ്ടത്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ മറുപടികൾ വന്ന് ചേരട്ടെ, വിടുതലുകൾ ഉണ്ടാകട്ടെ. എല്ലാ വിഷയത്തിനും കർത്താവേ, നീ വിടുതൽ നൽകുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇന്ന് തന്നെ പറയുക. നാളെ മുതൽ കാണുവാൻ വേണ്ടി ആവശ്യപ്പെടുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ, പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലേക്ക് വരാൻ മറക്കരുത്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സീ യു ടുമോറോ. ബൈ.